Good morning, students. അടുത്തൊരു പ്രോബ്ലം ഇതാണ്. ലിമിറ്റ് t ടെൻസ് ടു 1 3/t square ln t by t square minus 1 cos 3t. ഇവിടെ t നമ്മൾ 1 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ r of t എഴുതണം. വെക്ടർ ഫംഗ്ഷൻ r of t. r of t എന്ന് പറഞ്ഞാൽ ഈ 3/t square എന്ന് പറഞ്ഞാൽ i യുടെ കമ്പോണന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 3/t square into i plus രണ്ടാമത്തെ എന്താണ്? ln t by t square minus 1 into j plus മൂന്നാമത്തെ എന്താണ്? cos 3t into k. ഇതാണ് r of t എന്നുള്ള വെക്ടർ ഫംഗ്ഷൻ. അപ്പോൾ i യുടെ കമ്പോണന്റ് 3/t square, j യുടെ കമ്പോണന്റ് ln t by t square minus 1, k യുടെ കമ്പോണന്റ് cos 3t. ഇനി ഇതിലെ ലിമിറ്റ് t tends to 1 r of t ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് t 1 വരുമ്പോൾ r of t ഇത് സംഭവിക്കുന്നു. ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ നമ്മൾ ലിമിറ്റ് t tends to 1 3/t square into i plus ln t by t square minus 1 into j plus cos 3t into k. ഇനി നമ്മൾ t 1 കൊടുക്കുമ്പോൾ ഈ വെക്ടർ ഫംഗ്ഷൻ എന്തായിട്ട് മാറുന്നു, അതിന്റെ ലിമിറ്റ് എന്താണെന്ന് കിട്ടും നോക്കണം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ t 1 കൊടുക്കാം 3/1. രണ്ടാമത്തെ കേസിൽ നമ്മൾ t 1 കൊടുത്താൽ ഇത് സംഭവിക്കും log t log 0 log 1 that is equal to 0 ആണ്. ഇവിടെ നമുക്ക് 1 minus 1 0/0 അൺഡിഫൈൻഡ് ഫോം ആവും. ഇവിടെ കുഴപ്പമില്ല. അപ്പൊ സെൻട്രലിലെ പോർഷനിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഇത് 0 വരുന്നു, ഇവിടെ നമുക്ക് 0 വരുന്നു. അപ്പോൾ അൺഡിഫൈൻഡ് ഫോം വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു റീഅറേഞ്ച് ചെയ്യണം. ലിമിറ്റ് t tends to 1 3/t square അങ്ങനെ നിൽക്കുള്ളൂ പ്ലസ് ln t by t square minus 1 ല് നമ്മളൊരു റൂൾ ഉണ്ട്, എൽ ഹോസ്പിറ്റൽ റൂൾ. എൽ ഹോസ്പിറ്റൽ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യും. എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡെറിവേറ്റീവ് എടുക്കാം, ഡിനോമിനേറ്ററിലും ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ന്യൂമറേറ്റർ ln t എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/t. താഴെ t square minus 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2t j plus cos 3t k. അപ്പൊ നമ്മൾ സെൻട്രലിലെ കമ്പോണന്റ് മാത്രം നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. കാരണം എന്താണ്? ഫസ്റ്റ് കേസും ഐയുടെ കമ്പോണന്റിലും കെയുടെ കമ്പോണന്റും ടി കൊടുത്താൽ നമുക്ക് ഡിഫൈൻഡ് ആണ്. പക്ഷെ സെന്ററിൽ വരുമ്പോൾ അൺഡിഫൈൻഡ് ആയിട്ട് വരുന്നു. അതിനെ ഡിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് സെന്ററിലെ പോർഷൻ മാത്രം നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. എൽ ഹോസ്പിറ്റൽ റൂൾ പറയുന്നത് എന്താണ്? ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് എടുക്കുക, ln t ഡെറിവേറ്റീവ് എന്താണ്? 1/t. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുക്കുക 2t. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുത്തേ 3/t square t 1 കൊടുക്കുമ്പോൾ 3i പ്ലസ് ഈ t 1 കൊടുത്തേ 1, ഇവിടെ t 1 കൊടുത്തേ 1/2 പ്ലസ് ഇവിടെ t 1 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? cos 3. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 3i പ്ലസ് 1/2j പ്ലസ് cos 3k. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇവിടുത്തെ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ t 1 കൊടുക്കാനായിട്ട് സെന്ററിലെ വാല്യൂല് സെന്ററിലെ ജെയുടെ കമ്പോണന്റിലെ t 1 കൊടുത്താൽ അത് അൺഡിഫൈൻഡ് ആവും. അത് ഡിഫൈൻഡ് ആക്കണമെങ്കിൽ വി ഷുഡ് അപ്ലൈ ദി എൽ ഹോസ്പിറ്റൽ റൂൾ. എൽ ഹോസ്പിറ്റൽ റൂൾ പറയുന്നത് എന്താണ്? ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ ln t ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/t വരും, 2t t square minus 1 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2t വരും. അതിനുശേഷം വേണം t 1 കൊടുക്കാനായിട്ട്. t 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വെക്ടർ ഫംഗ്ഷൻ എന്തായിരിക്കും? 3i plus 1/2j plus cos 3k. അതായത് ഈ വെക്ടർ ഫംഗ്ഷനിലെ ടിയുടെ വാല്യൂ 1ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യും? 3i plus half j plus cos 3k ലേക്ക് അപ്രോച്ച് ചെയ്യും. ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. എഴുതിയിട്ടുള്ളത്.